നമസ്കാരം. പലസ്തീനെ രാജ്യമായി അംഗീകരിച്ചിരിക്കുകയാണ് യുകെയും ഓസ്ട്രേലിയയും കാനഡയും. ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ വാർഷിക സമ്മേളനത്തിനു മുന്നോടിയായി ബ്രിട്ടൻ, ബെൽജിയം അടക്കം 10 രാജ്യങ്ങൾ പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഇതിന്റെ ഭാഗമായാണ് 3 രാജ്യങ്ങളുടെ പ്രഖ്യാപനം. പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുവെന്ന് UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞു. സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ താൻ വ്യക്തമായി പ്രസ്താവിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു കിയർ സ്റ്റാമറിന്റെ പ്രഖ്യാപനം. യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസ് ബന്ദികളെ വിട്ടയക്കണമെന്നും UK ആവശ്യപ്പെട്ടു. സമാധാനത്തിലേക്കുള്ള പാതയെ പിന്തുണയ്ക്കുന്നതിനും ഇസ്രായേലി പലസ്തീൻ ജനതയുടെ തുല്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള രാജ്യാന്തര ശ്രമത്തിന്റെ ഭാഗമായാണ് UKയുടെ പ്രഖ്യാപനമെന്ന് കിയർ സ്റ്റാമറുടെ ഓഫീസ് വ്യക്തമാക്കി. ചരിത്രപരമായ ചുവടുവെപ്പാണിത് എന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞു. പലസ്തീനെ രാജ്യമായി അംഗീകരിച്ച ആദ്യത്തെ G7 രാജ്യമാണ് കാനഡ. തൊട്ടു പിന്നാലെയായിരുന്നു ഓസ്ട്രേലിയയുടെ അംഗീകാരം. സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം പലസ്തീൻ സംസ്ഥാനത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ വീഡിയോ പ്രസ്താവനയിലാണ് ഇങ്ങനെ പറഞ്ഞത്. പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറിയിരുന്നു. കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമെല്ലാം മുമ്പ് പലസ്തീനെ അംഗീകരിക്കുന്നതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അറിയിച്ചിരുന്നു. സമാധാനത്തിലേക്കുള്ള പാതയെ പിന്തുണയ്ക്കുന്നതിനും ഇസ്രായേലി പലസ്തീൻ ജനതയുടെ തുല്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമത്തിന്റെ ഭാഗമായി അടുത്ത സഖ്യകക്ഷികളായ കാനഡയും ഓസ്ട്രേലിയയ്ക്കും ഒപ്പം സ്വീകരിച്ച ചരിത്രപരമായ ചുവടുവയ്പ്പാണിതെന്ന് സ്റ്റാമറുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ തങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത്. പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരിക്കലും ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടില്ലെന്ന് നെതന്യാഹു തറപ്പിച്ചു പറഞ്ഞു. ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം 4 രാജ്യങ്ങളാണ് ഇതുവരെ പലസ്തീനെ അംഗീകരിച്ചത്. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നിവയ്ക്ക് പിന്നാലെ പോർച്ചുഗലും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചതോടെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം പലസ്തീനെ അംഗീകരിക്കുന്ന നേതാക്കൾക്ക് തനിക്ക് വ്യക്തമായ ഒരു സന്ദേശമുണ്ടെന്ന് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോ പ്രസ്താവനയിൽ പറയുന്നു. നിങ്ങൾ തെറ്റുകൾക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത്, നെതന്യാഹു ആരോപിച്ചു. വർഷങ്ങളായി താൻ ഈ നീക്കത്തെ തടഞ്ഞുവെന്നും സ്വദേശത്തും വിദേശത്തും കൂടുതൽ സമ്മർദ്ദം നേരിട്ടിട്ടും താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് സംഭവിക്കില്ല. ജോർദാന് പടിഞ്ഞാറ് ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുകയേയില്ല എന്നും നെതന്യാഹു ആവർത്തിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 1200 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിനു മറുപടിയായി ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയിൽ 65,000-ഓളം ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് നടത്തുന്ന പ്രാദേശിക ആരോഗ്യ അധികാരികളുടെ കണക്കുകൾ.